Dear students, welcome to the fourth and the last class on tangents of 10th standard mathematics. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളൊരു സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ എങ്ങനെ അതിന് ടാൻജൻ്റ് ലൈൻ വരക്കാം, ഹൗ ക്യാൻ വി ഡ്രോ ടു ടാൻജൻ്റ് ലൈൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദാറ്റ് സർക്കിൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ നേരെ റിവേഴ്സാണ്. ഹൗ ക്യാൻ വി ഡ്രോ സർക്കിൾസ് ടച്ചിങ് ലൈൻസ്, ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾസ് എങ്ങനെ വരക്കാം. ആദ്യം ഒരു ലൈനിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ എങ്ങനെ വരക്കാം, രണ്ട് ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ എങ്ങനെ വരക്കാം. രണ്ട് ലൈൻസ് എന്ന് പറയുമ്പം ദാറ്റ് ടു ലൈൻസ് ക്യാൻ ബി പാരലൽ ലൈൻസ് ഓർ നോൺ പാരലൽ ലൈൻസ്. എങ്ങനെയാണെങ്കിലും ഈ ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ എങ്ങനെ വരക്കാം, മൂന്ന് ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ എങ്ങനെ വരക്കാം. നിങ്ങൾ ഈ ആനിമേഷനിൽ കാണുന്ന ഒരു ട്രയാങ്കിളിൻ്റെ 3 sides, ഇഫ് ദി 3 lines are parallel it is not possible to draw a circle touching that 3 lines. പാരലൽ അല്ലെങ്കിൽ, മൂന്ന് ലൈൻസും മ്യൂച്വൽ പാരലൽ അല്ലെങ്കിൽ there will be a triangle as shown in the figure. അവിടെ മൂന്ന് ലൈൻസിനെയും ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ കഴിയും. വി കോൾ ദാറ്റ് സർക്കിൾ ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ഇൻ സർക്കിൾ എങ്ങനെ വരക്കാം അതുപോലുള്ള കാര്യങ്ങളാണ്. ആദ്യം ഹൗ ക്യാൻ വി ഡ്രോ എ സർക്കിൾ ടച്ചിങ് എ സിംഗിൾ ലൈൻ, ഒരു ലൈനിനെ ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ എങ്ങനെ വരക്കാം എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ആൻഡ് സോ ഐ വെൽക്കം യു ഓൾ വൺസ് അഗെയിൻ ടു ദി 4th class on tangents of 10th standard mathematics. Be attentive. Now let us draw a circle touching a line. Here a line is given first. We want to draw a circle touching this line. ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്യേണ്ടത് നമുക്ക് നേരത്തെ തീരുമാനിക്കാം. എ പോയിന്റ് ക്യാൻ ബി മാർക്ക്ഡ് ഓൺ ദാറ്റ് ലൈൻ. വി വാണ്ട് ടു ടച്ച് ദിസ് ലൈൻ ബൈ എ സർക്കിൾ അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിൾ ടച്ച് ചെയ്യേണ്ടത്. വി നോ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഡ്രോൺ ടു ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഷുഡ് ബി പെർപെൻഡിക്കുലർ വിത്ത് ദി ടാൻജൻറ്റ്. ഇത് സർക്കിളിൻ്റെ ടാൻജൻ്റായി മാറണം. അതുകൊണ്ട് ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ പോയിന്റിൽ വരച്ച റേഡിയസുമായിട്ട് ഈ ലൈന് പെർപെൻഡിക്കുലർ ആകണം. അതുകൊണ്ട് ഈ പോയിന്റിൽ ഈ ലൈനിന് വരച്ച പെർപെൻഡിക്കുലറിലായിരിക്കും നമ്മൾ വരക്കാൻ പോകുന്ന സർക്കിളിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് വരച്ച റേഡിയസ് നിലകൊള്ളേണ്ടത്. ഓക്കെ, ആൻഡ് സോ ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഷുഡ് ബി at any point on this line. We can take any point on this line as the center of the circle to be drawn, and keeping compass here, taking this much distance in compass, rotate the compass, we will get a circle. That circle touches the line given at this point. Now let us think, how can we draw a circle touching two lines? രണ്ട് ലൈൻസിന് ടച്ച് ചെയ്യുന്നൊരു സർക്കിൾ എങ്ങനെ വരക്കാം. രണ്ട് ലൈൻസ് എന്ന് പറയുമ്പം അവിടെ രണ്ട് സാധ്യതകളുണ്ട്. ആ രണ്ട് ലൈൻസ് രണ്ട് പാരലൽ ലൈൻസ് ആയേക്കാം. സി ഹിയർ 2 പാരലൽ ലൈൻസ് ആർ ഡ്രോൺ. ഹൗ ക്യാൻ വി ഡ്രോ എ സർക്കിൾ ടച്ചിങ് ദീസ് 2 ലൈൻസ്? ഈ രണ്ട് ലൈൻസിനെ ടച്ച് ചെയ്യുന്നൊരു സർക്കിൾ വരയ്ക്കാൻ, ഇഫ് വി ഡ്രോ എ പെർപെൻഡിക്കുലർ ടു എനി വൺ ഓഫ് ദി ലൈൻ, ദാറ്റ് വിൽ ബി എഗെയിൻ എ പെർപെൻഡിക്കുലർ ടു ദി അതർ ലൈൻ ഓൾസോ. ഏതെങ്കിലും ഒന്നിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് മറ്റതിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് സോ നൗ we want to make this one as the diameter of the circle, mean the center, the midpoint is the center of the circle. Keeping compass there at the midpoint, taking this much distance in compass, as we rotate the compass we will get a circle. That circle touches these 2 lines. Okay, ഇനി രണ്ട് ലൈൻസ് പാരലൽ അല്ലെങ്കിൽ how can we draw a circle touching that 2 lines? രണ്ട് സർക്കിളും പാരലൽ അല്ല. See here 2 lines are drawn. These 2 lines are not parallel. നമ്മൾക്ക് ഇതിന് രണ്ടിനും ടച്ച് ചെയ്യുന്നൊരു സർക്കിൾ കിട്ടണം. ഈ രണ്ട് ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ എങ്ങനെ വരക്കും എന്നറിയാൻ നമുക്ക് വരച്ചാലുള്ള ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഹിയർ ദിസ് സർക്കിൾ ടച്ചസ് ദീസ് 2 lines at these 2 points. These 2 are points of contacts.
സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ദിസ് വൺ ഈസ് ദി എക്സ്റ്റേണൽ പോയിൻ്റ്. ഈ രണ്ട് ടാൻജൻസ് നിലകൊള്ളുന്നത് ഈ സർക്കിളിലേക്ക് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരച്ച ടാൻജൻസ് പോലെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ പോയിന്റും ഈ എക്സ്റ്റേണൽ പോയിന്റും സർക്കിളിൻ്റെ സെൻറ്ററും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ലൈൻ ബൈസെക്ട്സ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജൻറ്റ് ആൻഡ് ഓൾസോ ദി ആംഗിൾ ബിറ്റ്വീൻ ദി റേഡിയൈ ഡ്രോൺ ടു ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതുകൊണ്ട് ഈ സർക്കിളിൻ്റെ സെൻറ്റർ നിലകൊള്ളുന്നത് ഈ ആംഗിളിൻ്റെ ബൈസെക്ടറിലായിരിക്കും ഉണ്ടാകേണ്ടത്. സർക്കിളിൻ്റെ സെൻറ്റർ നിലകൊള്ളേണ്ടത് ഈ ബൈസെക്ടറിലാണ്. ഇത് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ക്യാൻ ബി എനി പോയിൻ്റ് ഓൺ ദിസ് ആംഗിൾ ബൈസെക്ടർ. നമുക്ക് ഏത് പോയിൻ്റ് എടുത്തിട്ടും ഈ രണ്ട് ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്ററാക്കി എടുക്കാം. കാരണം എവിടെയും സർക്കിൾ വരക്കാം, പല സൈസിലുള്ള സർക്കിൾ വരക്കാം. ആൻഡ് സോ എനി പോയിൻ്റ് ഓൺ ദിസ് ആംഗിൾ ബൈസെക്ടർ ക്യാൻ ബി ടേക്കൺ ആസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഇനി ഞാൻ ഈ ഒരു പോയിൻറ്റിനെ സർക്കിളിൻ്റെ സെൻറ്ററാക്കി എടുക്കാൻ പോവാണ്, വരക്കാൻ പോകുന്ന സർക്കിളിൻ്റെ സെൻറ്ററാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സിൻസ് ദിസ് വൺ ഈസ് ദി ടാൻജൻറ്റ് ഓഫ് ദി സർക്കിൾ, we have to get the perpendicular drawn from this point to that line as the radius of the circle to be drawn. ഇവിടെ നിന്ന് ഈ ലൈനിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ആയിരിക്കണം ആ സർക്കിളിൻ്റെ റേഡിയസായി നിലകൊള്ളുന്നത്. അപ്പോൾ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് കോമ്പസ് തിരിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ സർക്കിൾ. ആ സർക്കിൾ ഈ ലൈനിനെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആ സർക്കിൾ ഇതിനെ ടച്ച് ചെയ്യുമെന്ന് എന്ത് ഉറപ്പാണ്? ഓക്കെ, നമുക്കങ്ങനെ ഉറപ്പിക്കാൻ, അത് ആ സർക്കിൾ ഇതിനെയും ടച്ച് ചെയ്യും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഏതായാലും ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കാൻ കഴിയും. അങ്ങനെ ഈ ആംഗിൾ അവിടെ 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ഓർ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാൻ വി സി ദിസ് വൺ ഈസ് ദി കോമൺ ഫോർ ബോത്ത് ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് ബിക്കോസ് ദിസ് വൺ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ. നൗ സിൻസ് ദീസ് ടു ആംഗിൾസ് ആർ 90 degrees, these two angles also are equal. ഈ രണ്ട് ആംഗിളും ഈക്വലാണ്. ഇത് രണ്ട് 90s ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വലായേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ഓൺ ദാറ്റ് സൈഡ് ആർ ഈക്വൽ ടു ദോസ് ഓഫ് ദി അതർ ട്രയാങ്കിൾ മീൻ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച അതേ പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചത്. ഇത് ഈ പെർപെൻഡിക്കുലറിനും ഇതേ ലെങ്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച ആ സർക്കിൾ ഈ ലൈനെയും ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ രണ്ട് നോൺ പാരലൽ ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊരു ഇൻസർക്കിൾ എന്താണെന്നാണ് വിലയിരുത്താൻ പോകുന്നത്. ഇൻസർക്കിൾ മീൻ ഇറ്റ് ഈസ് ദി സർക്കിൾ ടച്ചിങ് ഓൾ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സിനും ടച്ച് ചെയ്തുകൊണ്ട് വരക്കുന്ന സർക്കിളാണ് ഇൻസർക്കിൾ. ഓക്കെ, നമുക്ക് ആദ്യം ഇൻസർക്കിൾ എന്താണെന്നും എങ്ങനെയാണ് ഇൻസർക്കിൾ വരയ്ക്കുക എന്നും കൂടെയാണ് ഇനി പറയാനുള്ളത്. നൗ ലെറ്റ് us discuss what is incircle of a triangle and how incircle is to be drawn. Incircle, it is the circle drawn inside the triangle so that that circle touches all the sides of the triangle. See, here a triangle is drawn. If we draw a circle like this inside the triangle to touch all the sides of the triangle, we call the circle as the incircle. ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ ടാൻജൻ്റായിട്ട് നിലകൊള്ളുന്ന വിധം അതിൻ്റെ ഉള്ളിൽ വരച്ച സർക്കിളാണ് ഇൻസർക്കിൾ. നൗ ഹൗ സച്ച് ആൻ ഇൻസർക്കിൾ ക്യാൻ ബി ഡ്രോൺ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൻസർക്കിൾ ഇനി വരക്കാൻ കഴിയുക? ഹൗ ക്യാൻ ബി ഡ്രോ ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ? ഇതിൻ്റെ ഇൻസർക്കിൾ വരക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടു ഡ്രോ ദി ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ, ഇതിൻ്റെ ഇൻസർക്കിൾ വരക്കാൻ എന്തൊക്കെ ചെയ്യണം? ആ സർക്കിൾ നമ്മൾ വരക്കാൻ പോകുന്ന സർക്കിൾ ഈ രണ്ട് ലൈനിനെയും ടച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ നിലകൊള്ളുന്നത് ഈ ആംഗിളിൻ്റെ ബൈസെക്ടറിലായിരിക്കണം. ഓക്കെ, എന്ന പോലെ നമ്മൾ വരയ്ക്കേണ്ട സർക്കിൾ ഈ രണ്ട് ലൈൻസിനും ടച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ മസ്റ്റ് ലൈ ഓൺ ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, ഈ ആംഗിളിൻ്റെ ബൈസെക്ടറിലും ആയിരിക്കണം. നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഇതിലും ആയിരിക്കണം ഈ ലൈനിലും ആയിരിക്കണം എന്ന് പറയുമ്പം അത് രണ്ടും ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അറ്റ് ദി മീറ്റിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് ടു ആംഗിൾ ബൈസെക്ടേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ആംഗിൾ ബൈസെക്ടറിലെ ഏതൊരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദി സെയിം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിൽ ബി ദർ ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് സൈഡ് ഓൾസോ. ഈ ആംഗിൾ ബൈസെക്ടറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാൽ അതേ പെർപെൻഡിക്കുലർ ആയിരിക്കും ഇങ്ങോട്ടേക്കും ഉണ്ടാവുക.
എന്നപോലെ ഈ ആംഗിൾ ബൈസെക്ടറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ച അതേ പെർപെൻഡിക്കുലർ ആയിരിക്കും ഇങ്ങോട്ടേക്ക് ഉണ്ടാകുക. ആൻഡ് സോ ഇഫ് വി കീപ് കോമ്പസ് ഹിയർ taking this much distance in the compass as the radius to be drawn, when we rotate this circle, definitely that circle obtained will be the incircle of the triangle, mean it touches all the sides of the triangle. അപ്പം ഇൻസർക്കിൾ വരക്കേണ്ട മെത്തേഡ് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയാണെങ്കിലും അതൊന്നും ആലോചിച്ച് നോക്കൂ. ഹിയർ വി ഹാവ് ടു ഡ്രോ angle bisectors of any two angle, then the meeting point of the angle bisectors is taken as the center and the perpendicular distance to any one of the side is taken as the radius, then draw the circle, we will get in circle. And so here I am writing how it is drawn. See, meeting point of any two angle bisectors is taken as the center and the perpendicular to any one of the side is taken as the radius. And so you have got how an incircle of a triangle is to be drawn. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാൻ പറ്റും. സിൻസ് ദിസ് സർക്കിൾ ടച്ചസ് ദീസ് ടു സൈഡ്സ്, ഈ രണ്ട് സൈഡിനും ടച്ച് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ സർക്കിളിൻ്റെ സെൻറ്റർ നിലകൊള്ളേണ്ടത് ഈ ആംഗിളിൻ്റെ ബൈസെക്ടറിലായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഈ പോയിൻ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ആംഗിളിൻ്റെ ബൈസെക്ടറിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചാലും അത് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിൾ ബൈസെക്ടേഴ്സും ഒരൊറ്റ പോയിന്റിലേ മീറ്റ് ചെയ്യുള്ളൂ എന്നർത്ഥം. ഓക്കെ, ലെറ്റ് us റൈറ്റ് ദാറ്റ് വൺ ആസ് എ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റായ ഇതിലൂടെ അല്ലാതെ മറ്റേ ആംഗിൾ ബൈസെക്ടറിന് ഇനി വേറൊരു പോയിന്റിലൂടെ പോകാൻ കഴിയില്ല. ദാറ്റ് ആംഗിൾ ബൈസെക്ടർ ഡെഫിനറ്റ്ലി ഹാസ് ടു പാസ് ത്രൂ ദിസ് പോയിന്റ്. ദാറ്റ് മീൻ ഓൾ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഓക്കെ, and so you have to draw such a rough figure and mention what is incircle and write what is incircle here. Circle drawn inside the triangle touching all its sides. And how incircle is drawn, to get that idea you have to write in your notebook these steps. These steps tell you how the incircle is to be drawn. ഇനി നമുക്ക് ഇൻസർക്കിൾ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇൻസർക്കിൾ വരയ്ക്കാനുള്ള വഴി നമുക്ക് മനസ്സിലായി. ഇനി ഇൻസർക്കിൾ ഒന്ന് വരച്ച് നോക്കുകയാണ്. See, now see how incircle of a triangle is drawn. നിങ്ങളോട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ ആവശ്യപ്പെടാം. ആ ട്രയാങ്കിൾ ഒരു സ്പെഷ്യൽ ട്രയാങ്കിൾ or a particular triangle may be there. It's a two sides and included angle may be given, three sides may be given, or one side and two angles may be given, like that. അങ്ങനെ മെഷേഴ്സ് തന്നാൽ അത് പ്രകാരം വരക്കുന്ന വിധം നിങ്ങൾക്കറിയാം. അങ്ങനെ വരച്ചൊരു ട്രയാങ്കിളാണ് ഇത് എന്ന് സപ്പോസ് ചെയ്യാം. വി വാണ്ട് ടു ഡ്രോ ഇൻസർക്കിൾ ടു ദിസ് ട്രയാങ്കിൾ. ഇതിൻ്റെ ഇൻസർക്കിൾ എങ്ങനെ വരക്കാം? ഓക്കെ, നമ്മൾ പറഞ്ഞ പ്രകാരം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ മസ്റ്റ് ലൈ ഓർ ഈസ് ദി മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദി ആംഗിൾ ബൈസെക്ടേഴ്സ്. അപ്പോൾ രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് വരക്കണം. ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കീപ്പിംഗ് കോമ്പസ് ഹിയർ, ടേക്കിംഗ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇൻ കോമ്പസ്, യു ഹാവ് ടു ഡ്രോ ടു ആർസ് ടു കട്ട് ദീസ് ടു ലൈൻസ്. അങ്ങനെ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരു നിശ്ചിത അളവിൽ രണ്ട് ആർസ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിനൊരു സിംഗിൾ ആർക്കാക്കിയാലും മതി. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ വരക്കാൻ വീണ്ടും കോമ്പസ് ഇവിടെ കുത്തിയിട്ട് taking a particular distance in compass, draw an arc here, again with the same distance in compass, keeping compass here, draw another arc to cut the first arc. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ you will get 2 points here, and one is this one and this one. Joining these 2 points you will get one angle bisector. Now to draw next angle bisector, do the same activity at this vertex also. Keep compass here, take a particular distance in compass, draw 2 arcs. Okay, വീണ്ടും കോമ്പസ് ഈ രണ്ട് പോയിൻറ്റ്സിൽ, ഈ രണ്ട് മീറ്റിംഗ് പോയിന്റിൽ കുത്തിയിട്ട് taking a particular distance in compass, draw an arc here with the same distance in compass, keeping compass here, draw another arc to cut that one. We will get a point there like that. See, a meeting point will be there. ഇനി ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചാൽ വി വിൽ ഗെറ്റ് 2 ആംഗിൾ ബൈസെക്ടേഴ്സ് ഡ്രോൺ. ആൻഡ് നൗ ദിസ് വൺ ഈസ് ദി മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദി ആംഗിൾ ബൈസെക്ടർ. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് സർക്കിൾ വരച്ചാൽ മതി. ആൻഡ് സോ ഹൗ എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് സൈഡ്. ഈ പോയിന്റിൽ നിന്ന് എങ്ങനെയാണ് ഈ സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക? ഓക്കെ, ഒരു ലൈനിലേക്ക് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് എങ്ങനെ പെർപെൻഡിക്കുലർ വരക്കാം? ഐ തിങ്ക് ദാറ്റ് യു ഹാവ് ലേൺഡ് ഇൻ ദി 8th സ്റ്റാൻഡേർഡ്. കീപ് കോമ്പസ് ഹിയർ, കോമ്പസ് ഇവിടെ കുത്തുക. ടേക്കിംഗ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇൻ കോമ്പസ്,
കട്ട് ബൈ 2 ആർക്സ്. ഒന്ന് ഇവിടെ കട്ട് ചെയ്യുക, ഒന്ന് ഇവിടെ കട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ വെർട്ടെക്സ് ആണിത്. ബേസ് ഈ ലൈനിൽ എടുക്കുകയാണ്. കീപ്പിംഗ് കോമ്പസ് ഹിയർ, ടേക്കിംഗ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇൻ കോമ്പസ്, ഡ്രോ ആൻ ആർക്ക് ഹിയർ, ഡ്രോ അനദർ ആർക്ക് ഹിയർ. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 2 ആർക്സ് കിട്ടും. നിങ്ങൾ ചെയ്ത് ഇപ്പോൾ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും അതേ അളവിൽ ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആർക്ക് ഇങ്ങനെ വരച്ചാലും മതി. ഓക്കെ, ഇപ്പം ഈ ഡിസ്റ്റൻസും ഈക്വലാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ബേസാണിത്. ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു ഐസോസെലസ് ട്രയാങ്കിളിനും ഇതേ ബേസാക്കി എടുക്കുകയാണ്. therefore keep compass here. Taking a particular distance in compass, draw an arc here. With the same distance in compass, keeping compass here, draw another arc to cut that one. Okay, see. ആദ്യം ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ട് വരച്ചു. അതേ മെഷറിൽ കോമ്പസിൽ മാറ്റം വരുത്താതെ ഇവിടെ കോമ്പസ് കുത്തുക, ഡ്രോ അനദർ ആർക്ക് ടു കട്ട് ദാറ്റ് വൺ. സി, ഇവിടെ വീണ്ടും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ടായി വന്നുണ്ട്. യെസ്, ദിസ് വൺ ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഈ ഐസോസെലസ് ട്രയാങ്കിളിനും സെയിം ബേസാണ്, ഈ ഐസോസെലസ് ട്രയാങ്കിളിനും സെയിം ബേസാണ്. അപ്പോൾ ഈ ബേസിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇത് ഈ വെർട്ടെക്സിലൂടെ പോകും, ഈ വെർട്ടെക്സിലൂടെ പോകും. എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനായിരിക്കും ഈ പാർട്ടിൻ്റെ, ഈ ബേസിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ അത് ഈ ലൈനിന് ഈ പോയിന്റിൽ നിന്ന് വരച്ച് പെർപെൻഡിക്കുലറായിട്ട് മാറും. therefore we need only to join these 2 points. We will get a perpendicular drawn from the meeting point of the angle bisectors to any one of the side. We see this angle will be now 90 degree. ഇനി നമുക്ക് ചെയ്യാൻ അറിയാം, keep compass here, take this much distance in compass. Keeping compass here, taking this much distance in compass, rotate the compass, we will get the incircle of the triangle. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വീഡിയോ പോസ് ചെയ്ത് ഇത് പ്രകാരം ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതേമാതിരി വരയ്ക്കുക. സി, നിങ്ങളോട് എക്സാമിന് ഒരു സ്പെസിഫിക് ട്രയാങ്കിൾ ആയിരിക്കും തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 sides ആൻഡ് ഇൻക്ലൂഡ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ വരക്കാൻ 3 measures ഈസ് നീഡഡ്. ദറ്റ് യു നോ ഹൗ അറ്റ് ദാറ്റ് ടൈം ദി ട്രയാങ്കിൾ ഈസ് ഡ്രോൺ. ആ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ട്രയാങ്കിൾ വരച്ചതിൻ്റെ ശേഷം എങ്ങനെ ഇൻസർക്കിൾ വരക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, ഈ കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സി. നൗ ലെറ്റ് us ഡു എ പ്രോബ്ലം. ഇത് പ്രോബ്ലം മാത്രമല്ല, ഇതിലൂടെ നമ്മളൊരു നിയമം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. സി, എ പ്രോബ്ലം ഈസ് ഗിവൺ ദർ. സി, if the sides of a triangle are 6 cm, 5 cm, 4 cm, then determine the length of tangents from vertices to its incircle. എന്ന് പറയുമ്പോൾ here a triangle is given, its sides are 6 cm, 5 cm, 4 cm. നമുക്ക് ഈ ട്രയാങ്കിൾ കൃത്യമായിട്ട് വരച്ച് വെക്കേണ്ട ആവശ്യമില്ല. വി നീഡ് ഓൺലി ടു ഡ്രോ എ റഫ് ഫിഗർ. നമ്മളിത് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ല, നമ്മളോട് ടാൻജൻസിൻ്റെ വെർട്ടിസസിൽ നിന്ന് വരച്ച ടാൻജൻസിൻ്റെ ലെങ്ത്ത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആൻഡ് ഈഫ് സച്ച് എ റഫ് ഫിഗർ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഡ്രോൺ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇൻസർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസർക്കിൾ സൈഡ്സിനെ 3 പോയിൻറ്റ്സിൽ ടച്ച് ചെയ്യും. അതവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മോട് പറഞ്ഞത് ഈ വെർട്ടിസസിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരച്ച ലെങ്ത് ഓഫ് ടാൻജൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ച ഈ ടാൻജൻറ്റ്, ഇവിടെ നിന്ന് അതേ ടാൻജൻ്റ് ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതൊരു ലെങ്ത്ത്, ഈ ലെങ്ത്ത് എന്താണെന്നുള്ള, എന്നപോലെ ഈ ലെങ്ത്ത് എന്താണ്, എന്നപോലെ ഈ ലെങ്ത്ത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദി ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഫ്രം ദി വെർട്ടിസസ് ടു ഇറ്റ്സ് ഇൻ സർക്കിൾ എന്ന് പറയാൻ ഈ ലെങ്ത്ത് എന്താണെന്നുള്ള കാണാനാണ് നമ്മൾ പറഞ്ഞത്. ഇഫ് ഈ സപ്പോസ് ഈ ഡിസ്റ്റൻസ് 6 cm ആണ് ഒന്ന് സപ്പോസ് ചെയ്യുക. ഓക്കെ, if that distance is 6 cm, the one is 5 cm and the other is 4 cm like that. അത് നമുക്ക് മാർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആദ്യം ഈ പ്രോബ്ലത്തിന് നമുക്ക് ഇതിൻ്റെ ആൻസറിന് നമുക്ക് ഈ ലെങ്ത്ത് കിട്ടണം. ഏതെങ്കിലും ഒരു ലെങ്ത്ത് ആയിരിക്കും നമ്മോട് ചോദിക്കുക. സപ്പോസ് ദിസ് ലെങ്ത്ത്, വി സപ്പോസ് ദിസ് വൺ ബൈ എക്സ്, വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദിസ് വൺ. ഒന്ന് കിട്ടിയാൽ മറ്റുള്ളതൊക്കെ കിട്ടിക്കോളും. ഈ ലെങ്ത്ത് നമുക്ക് കിട്ടണം. ഇഫ് യു സപ്പോസ് ദാറ്റ് വൺ ബൈ എക്സ്, ഈ ലെങ്ത്തിന് നമ്മൾ എക്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, but about this one, this distance also will be x because they are tangents drawn from an external point to a circle. ആ ഡിസ്റ്റൻസും എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, എന്നപോലെ സിൻസ് ദിസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 6 cm and this much distance is x, therefore this much will be 6 minus x. Let us mark that one. അത് പിന്നെ 6 minus x ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 ലെങ്ത്തുകളും ഇതേ ലെങ്ത്ത് തന്നെ ആയിരിക്കും ഇതിനും ഉണ്ടാകേണ്ടതെന്ന് പറയുമ്പം this will be 6 minus x, അതും 6 minus x തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി
this total length is 5 centimeter and this much part took x, mean the remaining this will be 5 minus x. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് മാർക്ക് ചെയ്യാം, ആ സാധനം 5 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഈ ഡിസ്റ്റൻസും 5 മൈനസ് എക്സ് തന്നെ ആയിരിക്കും. സി ദാറ്റ് വൺ ഈസ് ഓൾസോ 5 മൈനസ് എക്സ്. ആൻഡ് സോ ഫ്രം ദി ഫിഗർ at last we see this length is 5 minus x, this length is 6 minus x. Therefore their total length, this 5 minus x and 6 minus x total should be the length of this side, mean it is 4 centimeter. Let us write down that one as an equation, that will be a simple equation containing x. On solving that one we will get x. Okay, that is from the figure we see 5 minus x plus 6 minus x is equal to 4. And so here minus x and minus x together will be minus 2x. 5 plus x will be 11. That is 11 minus 2x is equal to 4, or 11 minus 2x is equal to 4, or 2x is equal to 11 minus 4. That is 7. 2x is equal to 7, mean x is equal to 3 and a half, 3.5 it is. This length is 3.5. And so all other can be calculated. This length 3.5 mean this one is also 3.5. Since this total length is 6 centimeter, when 3.5 is subtracted, the remaining will be 2.5. This length is 2.5, this will be 2.5. Since the total is 4 and this one take 2.5, mean this will be 1.5. Therefore the other length of the tangents from the vertices to the circle are 2.5 and 1.5, and so we have got the answer. But for competitive exam, such a question is asked, writing these much things in your notebook or in your rough work, it will be time consuming. അപ്പം അങ്ങനത്തെ സമയത്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ ബൈ ജസ്റ്റ് മെൻ്റൽ കാൽക്കുലേഷൻ ഇറ്റ് സെൽഫ് വി ക്യാൻ കാൽക്കുലേറ്റ് ഹൗ മച്ച് വിൽ ബി ദിസ് ലെങ്ത് ആൻഡ് ദിസ് വൺ ലൈക്ക് ദാറ്റ്. ഇതിന് മെൻ്റൽ കാൽക്കുലേഷനിൽ എങ്ങനെ നമുക്ക് ഇതിലേക്ക് എത്താം എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിന് നമുക്ക് ഈ ചിത്രത്തിനൊന്ന് മാറ്റിയിട്ട് ഈ 6, 4, 5 സെൻറ്റിമീറ്റർ എന്നൊക്കെ എടുക്കുന്നതിന് പകരം let us name it by A, B, C like that. See, നമുക്ക് ഇതിനൊന്ന് മാറ്റി വരച്ച് നോക്കാം. സി, ആ ഫിഗറിനെ നമ്മൾ മാറ്റി വരച്ചു. അതിൻ്റെ നമ്മളിപ്പോൾ സൈഡ്സിനെ എ ബി സി എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ലെറ്റ് ദി സൈഡ്സ് ബി എ ബി സി ലൈക്ക് ദാറ്റ്. ഓക്കെ, നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ടാണ് എ ബി സി എന്ന് പേര് വിളിക്കുന്നത്. Now this much length let us denote by x. See, this distance let us suppose it by x. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസും എക്സ് തന്നെ ആയിരിക്കും. See, that one is x. And if we suppose this one by y, that distance is supposed by y, this distance is also y like that. See, this one is also y. ഇത് y ആണെങ്കിൽ ഇതും y തന്നെ ആയിരിക്കണം. Like that, if we suppose this one by z, this distance is also will be z. Let us mark that one. If that one is z, then this side is also, this length is also z. നമുക്കതിനും z എന്നായിരിക്കും കിട്ടുക. See, ഇനി ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്നത്, here 2 x's are there, 2 y's, 2 z's together, 2x plus 2y plus 2z together will be a plus b plus c. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. In the figure we see a plus b plus c will be 2x plus 2y plus 2z, or 2x plus 2y plus 2z is equal to a plus b plus c. ഈ രണ്ട് പീസുകളും ചേർന്നാൽ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആവും. ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനെ, അതിൻ്റെ ഓൾ സൈഡ്സിൻ്റെ സമ്മിനെ നമ്മൾ 2s എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. Therefore this one can be written as 2s. This a plus b plus c let us substitute by 2s like that. 2x plus 2y plus 2z is equal to 2s. If we take 2 out from this one, it will be 2 times of x plus y plus z is equal to 2s. Therefore x plus y plus z is equal to s from that one. ഇതിൽ നിന്ന് 2 എല്ലാത്തിനും പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്തുകൊണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു എസ് എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പീസും ഇവിടെയുള്ളൊരു പീസും എടുക്കുകയാണെങ്കിൽ എല്ലാ സെറ്റിൽ നിന്നും ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടൽ പെരിമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും. ടോട്ടൽ പെരിമീറ്ററിൻ്റെ സെമി പെരിമീറ്ററിന് എസ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്
ഈ എക്സ് എന്ന് പറയുന്നത് ദിസ് ലെങ്ത് എക്സ് വിൽ ബി ഈക്വൽ ടു ഈ പെരിമീറ്റർ, ഈ സെമി പെരിമീറ്റർ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൽ നിന്ന് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൽ നിന്ന് വൈ പ്ലസ് സെഡ് സബ്ട്രാക്ട് ചെയ്താൽ എക്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, എസ്സിൽ നിന്ന് ദാറ്റ് മീൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൽ നിന്ന് ഇതിൽ നിന്ന് വൈ പ്ലസ് സെഡ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടൽ എക്സ് ആയിരിക്കും. ദെയർഫോർ എക്സ് വിൽ ബി ഈക്വൽ ടു എസ് മൈനസ് വൈ പ്ലസ് സെഡ് എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാണ് എസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. അതിൽ നിന്ന് വൈ പ്ലസ് സെഡ് മൈനസ് ചെയ്താൽ എക്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ദറ്റ് മീൻ വാട്ട് അബൌട്ട് വൈ പ്ലസ് സെഡ്? ലുക്ക് അറ്റ് ദി ഫിഗർ. വൈ പ്ലസ് സെഡ് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ചേർന്നാൽ അത് സി ആണ്. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു എസ് മൈനസ് സി. എക്സ് ഈസ് ഈക്വൽ ടു എസ് മൈനസ് സി എന്ന് കിട്ടും. അതായത് ഈ എക്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എസ് മൈനസ് സി ആണ് എന്നർത്ഥം. നിങ്ങൾക്ക് എസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. എസ് എന്ന് പറയുന്നത് ഈ എ പ്ലസ് ബി പ്ലസ് സിൻ്റെ ഹാഫാണ്. എ പ്ലസ് ബി പ്ലസ് സി 2s ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സിൻ്റെ ഹാഫാണ്. അപ്പം ഈ മൂന്ന് സൈഡ്സിൻ്റെയും സമ്മിൽ നിന്ന്, അതായത് സമ്മിൽ നിന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ ഹാഫിൽ നിന്ന്, അതാണ് എസ്. പെരിമീറ്ററിൻ്റെ ഹാഫിൽ നിന്ന് സി മൈനസ് ചെയ്താൽ കിട്ടൽ എക്സ് ആയിരിക്കും. ലൈക്ക് ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് വൈ ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് അപ്പോൾ എസ് മൈനസ് ബി ആയിരിക്കും. നമുക്ക് കാണാം വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൽ നിന്ന് എക്സ് പ്ലസ് സെഡ് മൈനസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ എസ്സിൽ നിന്ന് എക്സ് പ്ലസ് സെഡ് മൈനസ് ചെയ്താൽ പറഞ്ഞാൽ ബി മൈനസ് ചെയ്താണ്. എക്സും വൈയും സെഡും കൂടിയതിൽ നിന്ന് എക്സും സെഡും കൂടിയത് മൈനസ് ചെയ്താൽ വൈ ആയിരിക്കും ബാക്കി ഉണ്ടാകുക. ദെയർഫോർ വൈ ഇസ് ഈക്വൽ ടു എസ് മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു ഇവിടെ തെറ്റിപ്പോയതാണ്. വൈ ഇസ് ഈക്വൽ ടു എസ് മൈനസ് സി എന്ന് എഴുതണം. സോറി, എസ് മൈനസ് ബി എന്ന് എഴുതണം. വൈ ഇസ് ഈക്വൽ ടു എസ് മൈനസ് ബി. ഓക്കെ, now y is equal to s minus b. Now what about z then? Z is equal to s minus a എന്ന് കിട്ടും. ഓക്കെ, z എന്ന് പറയുന്നത് എക്സും വൈയും സെഡും കൂടിയതിൽ നിന്ന് ഈ എക്സ് പ്ലസ് വൈ മൈനസ് ചെയ്ത z ആയിരിക്കും. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എ ആണ്. എസ് മൈനസ് എ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ ലെങ്ത്തുകളും വെവ്വേറെ കിട്ടാൻ ഉള്ള മെത്തേഡാണ് ഈ പറയുന്നത്. എസ് എന്ന് പറയുന്നത്, അപ്പം എക്സിനെ നമുക്കൊന്നും കൂടി വിലയിരുത്താം. എക്സ് എന്ന് പറയുന്നത് ദിസ് വൺ ഈസ് എക്സ്, ദിസ് വൺ ഈസ് ഓൾസോ എക്സ്. അപ്പോൾ ഈ എക്സ് ആണ് കാണേണ്ടത് എങ്കിൽ ഇതിന് ഈക്വലായിട്ട് മറ്റൊരു ലെങ്ത്തും കൂടി വേണ്ട. അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സ്, ആ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ സി സബ്ട്രാക്റ്റ് ചെയ്ത് എസ്സിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്താൽ കിട്ടൽ എക്സ് ആയിരിക്കും. എന്നപോലെ ഇത് കിട്ടാൻ ഇതിന് ഈക്വലായിട്ടുള്ള ഒരു സൈഡ് കൂടി ഉണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെ വെർട്ടെക്സ് ഇതാണ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ബി ആണ്. എസ്സിൽ നിന്ന് ബി മൈനസ് ചെയ്താൽ കിട്ടൽ ഈ ലെങ്ത് ആയിരിക്കും. ഇത് കിട്ടാൻ ഇതിൻ്റെ ഈക്വൽ മെഷറുള്ള മറ്റൊരു ലെങ്ത്തും കൂടി ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സ് ഇതാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അത് എസ്സിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ കിട്ടൽ ഇതിൻ്റെ ലെങ്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഈ ലെങ്ത്ത് പറയാൻ ഇതിന് ഈക്വൽ ലെങ്ത്തുള്ള ഇതും കൂടി പരിഗണിച്ചാൽ എസ് എന്ന് പറയുന്നത് ഇവിടെ 6 + 4 + 5ൻ്റെ ഹാഫാണ്. 6 + 4 10 + 5 15. ഇറ്റ്സ് ഹാഫ് ഈസ് 7.5. 7.5ൽ നിന്ന് ഇത് കിട്ടാൻ എസ് ഈസ് നൗ 7.5. 7.5ൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടൽ ഈ ലെങ്ത് ആയിരിക്കും. 7.5ൽ നിന്ന് 4 കുറച്ചാൽ ദിസ് വിൽ ബി 3.5. അതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, 3.5. ഇനി ഇതാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയും ജോയിൻ ചെയ്യിക്കുന്ന പോയിൻറ്റിൻ വെർട്ടെക്സ് ഇതാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 5 ഇതാണ്. അപ്പം 7.5ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ കിട്ടൽ ഈ ലെങ്ത് ആയിരിക്കും. 7.5ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ ദിസ് വിൽ ബി 2.5. അങ്ങനെ എല്ലാം മെഷറും നമുക്ക് ഇതേ രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, യു ക്യാൻ പോസ് ദി വീഡിയോ ആൻഡ് draw such a rough figure there in your notebook, then write down these much things there and mention this one by A, B, C and all these pieces by X, Y, Z like that. Then write down these much things there, then denote how the X is S minus C, Y is S minus B and Z is S minus A like that. Here no relevance for this S minus C, S minus B, S minus A like that. You need to think how these pieces can be found. ഓക്കെ, ഇനി ഇത് ഉപയോഗിക്കുന്ന പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഹോംവർക്സിൽ ഉൾപ്പെടുത്തി തരാം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു മേക്ക് അനദർ റിസൾട്ട്. സി ഹിയർ എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ and now this one is the incircle. Now the points where that incircle touches the sides of the triangle is shown by points like that. We know the center of the circle is the
at the meeting point of the angle bisectors. Angle bisectors in the meeting point is center. If you drop a perpendicular to the point of contact from the center, circle the center point of contact like radius 90 degree side okay, here this angle will be 90 degree. If we denote the sides of the triangle by A, B, C and the in radius is the radius of the incircle by small r. ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലാർജർ ട്രയാങ്കിളിൻ്റെ ഏരിയ നൗ ദി ലാർജർ ട്രയാങ്കിൾ ഈസ് നൗ ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ 3 പീസാക്കി മുറിച്ചിട്ടുണ്ട്. ഹിയർ ദിസ് വൺ ഈസ് 1 ട്രയാങ്കിൾ ആൻഡ് ദിസ് വൺ ഈസ് അനദർ വൺ ആൻഡ് ഹിയർ ദിസ് വൺ ഈസ് അനദർ വൺ. ഈ 3 ട്രയാങ്കിളുടെയും ഏരിയകളുടെ സമ്മാണ് ഇനീഷ്യൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. ആൻഡ് സോ ദി ഏരിയ ഓഫ് ദി ഇനീഷ്യൽ ട്രയാങ്കിൾ വിൽ ബി ദി സം ഓഫ് ദി ഏരിയാസ് ഓഫ് these 3 smaller triangles. What about the area of this triangle? E component in the area എന്താണ്? Its one side is A or base is A. The perpendicular drawn to that one is small r. Therefore, the area of this will be half, BH will be half AR than this one. This will be half AR. Like that, the area of this will be half C into perpendicular is again R. Therefore, the area of this will be half CR and this will be half BR. Therefore, the sum of the areas of all these 3 together gives the area of the initial triangle. And so let us write the area of initial triangle is half AR plus half BR plus half CR. Now, in this expression, we see half R is there here, half R is here also, and that means half R is common. If we take half R out, we can rewrite it as half into A plus B plus C into R. Half R is taken out. We can rewrite it like that. Half R is out of the bracket and A plus B plus C is there. It is the perimeter of the triangle. Its half will be semi-perimeter, and so this much can be denoted by S. Therefore, this will be SR. Okay, that means area of a triangle is RS or SR. Therefore, we get the area of a triangle in terms of in radius. In radius ഉപയോഗപ്പെടുത്തിയിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറ്റും. ഇനി ഇൻ റേഡിയസ് കാണാനുള്ള ഫോർമുലയും കൂടി നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ റേഡിയസ് കാണുന്ന വിധം, that is R is equal to area by S. Okay, we get very important result. We may be needed to apply this one in some problems. That kind of problems we will see at last. Okay, here area of a triangle is SR or RS. Therefore, R is equal to that. R here it is in radius. In radius is equal to area by S. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിസൾട്ട് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, draw such a figure there and mention the sides of the triangle by ABC and in radius by R and write these things at last this result in your notebook. Now, let us apply this result to solve a problem. Read the question. Sides of a triangle are 13 cm, 14 cm, 15 cm. Calculate its in radius. We have the result area of a triangle is RS. In other words, in radius R is area by S. If we get area of the triangle at S, we can calculate in radius R. If 3 sides of a triangle are known, we know to apply Heron's formula to find out its area. Here S is semi-perimeter. Semi-perimeter means sum of the sides of the triangle divided by 2. 13 plus 14, 27 plus 15, 42 by 2, that is S. That is 42 by 2 is 21. Therefore, S is 21. Okay, if we apply this value here in this formula, S can be substituted by 21. A, B, C are 13, 14, 15. Therefore, 21 minus 13 is 8, 21 minus 14 is 7, 21 minus 15 is 6. Applying these values here, it will be like that. See. Now, on factorizing this one, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 21നെ 3 into 7 എന്നുള്ള രീതിയിൽ മാറ്റി കഴിഞ്ഞാൽ 2 ജോഡിയിൽ നിന്ന് ഒന്നിനെ നമ്മൾ പുറത്തെടുക്കാം. സ്ക്വയർ റൂട്ട് കാണാൻ എളുപ്പം. വലിയൊരു നമ്പർ ആക്കുന്നതിനേക്കാളും നല്ലത് ഫാക്ടറൈസ് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റുമോ നോക്കുന്നതാണ്. ഓക്കെ, സി ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഇതിൽ നിന്ന് ഒരു പെയറിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കുമ്പം വി വിൽ ഗെറ്റ് ലൈക്ക് ദാറ്റ്. Okay, now 3 into 7 is 21 into 2 will be 84 centimeter square is the area of the triangle. Now let us apply this one in this result. That is, we know
R is equal to area by S. Area is now 84. Now S is 21. 84 by 21 will be 4 centimeter is the in radius now. നമ്മൾ ഇൻസർക്കിൾ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെടുന്ന ചോദ്യമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി നെക്സ്റ്റ് ലെറ്റ് us think what is x circle of a triangle and a problem related to x circle. See at first what is x circle. Now x circle. What is x circle? It is the circle touching all the sides of a triangle externally. See, circle drawn outside the triangle touching all its sides externally. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, ഞാനൊരു ചിത്രം വരക്കാം. സി എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ. ഈ ട്രയാങ്കിളിൻ്റെ പുറത്താണ് നമ്മൾ എക്സ് സർക്കിൾ വരക്കാൻ പോകുന്നത്. ദാറ്റ് സർക്കിൾ ടച്ചസ് ഓൾ ദി സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ എക്സ്റ്റേണലി മീൻ വെൻ വി എക്സ്റ്റെൻഡ് 2 ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. 2 സൈഡിനെ നമുക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ 3 എക്സ്റ്റെൻഡ് ചെയ്ത 2 പീസിനെയും ഇതിനെയും ടച്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മളങ്ങനെ ഒരു സർക്കിൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പീസിനെ ഇതിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ടെൽ ദറ്റ് സർക്കിൾ ടച്ചസ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എക്സ്റ്റേണലി. ഓക്കെ, ഈ ട്രയാങ്കിൾ വരച്ചത് സർക്കിളിൻ്റെ പുറത്താണ്. ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതിനാണ് ഇവിടെ ടച്ച് ചെയ്യണത്. ഓക്കെ, ഈ സൈഡിനെ ഇവിടെ ടച്ച് ചെയ്യുന്നു, ഈ സൈഡിനെ അത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് ഈ സർക്കിൾ ടച്ച് ചെയ്യുന്നത്. ആൻഡ് സോ ദി സർക്കിൾ ഈസ് കോൾഡ് എക്സ് സർക്കിൾ ആസ് ഇറ്റ് ടച്ചസ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എക്സ്റ്റേണലി. ഓക്കെ, നമ്മൾ ടച്ച് ചെയ്ത പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യാം. സി വി മാർക്ക് ദി പോയിൻറ്റ്സ് വേർ ദി സർക്കിൾ ടച്ചസ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് തൽക്കാലം നമുക്ക് ദി ട്രയാങ്കിൾ ക്യാൻ ബി നെയ്മഡ് ബൈ ABC ആൻഡ് വേർ ദി circle touches the points where the circle touches the sides, let us name it by P, Q, R like that. Okay, now let us think about the perimeter of the triangle ABC. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ perimeter, it is AB plus AC plus BC. Perimeter of the triangle is written there. Okay, now we will keep their AB and AC as it is. Okay, now BC can be made into 2 pieces. It is BQ and CQ. Therefore BC is written as BQ plus CQ. We have rewritten like that. Okay, BQ and CQ. Now look at BQ. BQ lies as the tangent drawn from the vertex B to this X circle, and so BQ and BP are the tangents drawn from an external point B to this circle, mean BQ and BP are equal. And so here we substitute BQ by BP and here we substitute CQ by CR, and so in this expression BQ substituted by BP and CQ substituted by CR. See, now looking the figure here, AB and BP when added together, these two when added, AB plus BP will be AP. Like that AC is there here, AC plus CR when added, these two, AC plus CR, we see from the figure it is AR, and so this one can be rewritten as AP plus AR. Now AP and AR are the tangents drawn from A to this circle, mean AP and AR are equal, and so AP plus AR can be written as 2 times of AP. That means the perimeter of this triangle ABC will be 2 times of AP. ഓക്കെ, ഒന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിളിൻ്റെ എക്സ് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ അകലെയുള്ള വെർട്ടക്സിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ച ടാൻജൻറ്റിൻ്റെ ഡബിളായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാകും. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 times of AP മീൻ AP ഈസ് ഹാഫ് ഓഫ് ദി പെരിമീറ്റർ. Okay, half of the perimeter we usually denote it by ES. Okay, semi perimeter, half of the perimeter means semi perimeter. Therefore AP is equal to ES. That means this much length will be the semi perimeter of this triangle ABC. Okay, we have to remember this formula as we need to apply this one to solve some problems. Okay, ഒന്നുകൂടി പറയാം. ഈ ട്രയാങ്കിൾ ABC ഏത് ട്രയാങ്കിളിൻ്റെയും പെരിമീറ്ററിൻ്റെ ഹാഫ്, അതായത് എസ് ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ച ടാൻജൻറ്റിൻ്റെ ലെങ്ത്. ഓക്കെ, വി വിൽ അപ്ലൈ ദിസ് വൺ ഇൻ എ പ്രോബ്ലം. സീ ദി പ്രോബ്ലം. നൗ റീഡ് ദി ക്വസ്റ്റ്യൻ. If the farthest vertex is 13 cm away from the center of an X circle of a triangle has perimeter 24 cm, find the area of the X circle.
എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 24 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ എക്സ് സർക്കിൾ വരച്ചപ്പോൾ ആ എക്സ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ട്രയാങ്കിളിൻ്റെ ഏറ്റവും അകലെയുള്ള വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 13 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി എക്സ് സർക്കിൾ. ലെറ്റ് us ഫസ്റ്റ് ഡ്രോ എ റഫ് ഫിഗർ ഓഫ് ദിസ് സിറ്റുവേഷൻ. ഈ സന്ദർഭത്തെ ചിത്രീകരിക്കുന്നൊരു ചിത്രം നമുക്ക് ആദ്യം ഒന്ന് വരച്ചു നോക്കാം. സി, ഹിയർ എ ട്രയാങ്കിൾ ഈസ് ദർ, ഇറ്റ്സ് എക്സ് സർക്കിൾ ഈസ് ദർ. ഒരു ട്രയാങ്കിളും അതിൻ്റെ എക്സ് സർക്കിളും വരച്ചിട്ടുണ്ട്. നൗ ഇറ്റ് ഈസ് സെറ്റ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി എക്സ് സർക്കിൾ to the vertex which is farthest from this center. അപ്പോൾ ഇതായിരിക്കും. That distance is given as 13 centimeter. It is said in the question, this distance is 13 centimeter. We need to find out the area of this circle. For that we need to get its radius. Now we have the theorem. We have just understood when a circle of a triangle is drawn, at that time the semi perimeter of the triangle will be equal to the length of the tangent drawn from the vertex which is farthest from the center of the circle. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഏറ്റവും അകലെ നിൽക്കുന്ന പോയിൻ്റ് ആയിട്ടുള്ള ഇവിടെ നിന്ന് വരച്ച ടാൻജൻറ്റിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ദിസ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു ദി സെമി പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ. ലെറ്റ് us റൈറ്റ് ദാറ്റ് റിസൾട്ട്. See, we have the length of the tangent from the farthest vertex. അതായത് ഇവിടെ നിന്ന് ഈ സെമി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ സെമി പെരിമീറ്റർ ആയിരിക്കും. ഓക്കെ, we are given the perimeter of the triangle is 24 centimeter. Therefore semi perimeter is 12 centimeter, mean the length of this tangent is this, that tangent will have of length 12 centimeter then. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് സെമി പെരിമീറ്റർ ആണെന്ന് പറയുമ്പോൾ അത് പിന്നെ 12 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് മീൻ ദിസ് ലെങ്ത് ഈസ് നൗ 12 centimeter. See, this one is 12 centimeter. Now from the figure we need to get the radius to find out the area of the circle. Now let us join this one, that is the radius of the circle drawn to the point of contact. And so here a right triangle is formed. The hypotenuse of that right triangle is 13 centimeter. This one is 12 centimeter. This one can be found out by applying Pythagoras. Therefore r square, if we suppose this one by r square is equal to 13 square minus 12 square. Okay, 13 square minus 12 square is 13 plus 12 into 13 minus 12 will be 13 plus 12, 25 into 1 is 25. That is r square is 25, mean its area of the circle is pi r square, mean pi into 25 mean 25 pi centimeter square is the area of this x circle. Hence we have done. You can write down, you can draw this figure there, rough figure there, and write down this question and these steps in your notebook. Now we are going to derive a very important result. See, a quadrilateral is drawn here. Now if it is possible to inscribe a circle inside the quadrilateral, that means if it is possible to draw a circle touching all the sides of the quadrilateral, if such a situation is there, we will tell that a circle can be inscribed in the quadrilateral. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഉള്ളിൽ അതിൻ്റെ എല്ലാ സൈഡ്സിനെയും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരക്കാൻ കഴിഞ്ഞാൽ ആ സമയത്ത് ഈ സർക്കിളിനെ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളിനെ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള സമയത്ത് ഇത്തരം ക്വാഡ്രിലാറ്ററുകൾക്ക് ഒരു പ്രത്യേക നിയമമുണ്ട്. ഒരു പ്രത്യേക ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക നിയമം നമ്മളിവിടെ പറയാൻ പോവാണ്. സി, ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്കൊരു ABCD എന്ന് പേര് കൊടുക്കാം. ഇറ്റ്സ് വെർട്ടിസസ് ആർ നെയിംഡ് ബൈ ABCD. Let us mark the points where that circle touches the sides of the quadrilateral. See, and those points can be named by PQRs like that. Now if we suppose this much length AP, that is this length by x, suppose this length is supposed as x, we know tangents from an external point to a circle are equal, so that this length AS is also x, this length is also x, that length is also x. Like that, if we suppose this one by y, this length is also y. If this length is y, this one is also y.
like that. If this one is z, this length is also z, like that. If this one is given as w, this distance is also w. Now let us find out the sum of the opposite sides of this quadrilateral. If we find out AB plus CD, AB plus CD mean it is the sum of these two sides, mean x plus y plus z plus w then, and so AB plus CD will be x plus y plus w plus z. Okay, like that. BC plus AD, that also we can see the same sum will be there. BC plus AD also is y plus z plus x plus w. These same components are written here in other order different, but the sum is same. That means AB plus CD will be equal to BC plus AD. ഈ ഒരു അവസ്ഥ ഏത് ക്വാഡ്രിലാറ്ററിൻ്റെ ഉള്ളിലും ഒരു സർക്കിൾ വരക്കാൻ കഴിഞ്ഞാൽ, അതിൻ്റെ സൈഡ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരക്കാൻ കഴിഞ്ഞാൽ, ദി സം ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഈക്വൽ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. വി മേ ബി നീഡഡ് ടു അപ്ലൈ ദറ്റ് റിസൾട്ട് ഇൻ സം പ്രോബ്ലംസ്, ആൻഡ് സോ വി വിൽ റൈറ്റ് ദറ്റ് റിസൾട്ട് ഇൻ എ ബോക്സ്. സി, when a circle can be inscribed in a quadrilateral, its sum of opposite sides are equal. Okay, write down such a rough figure there, draw such a rough figure there in your notebook, and mark all the sides like this, then write down these much steps in your notebook. Now here are some works to be done yourself. Here, first question, you are asked to draw a triangle of sides 4 cm, 5 cm, 6 cm, then its in circle you need to calculate its in radius. You can measure in radius, but here it is asked to calculate it. You know the formula to find out the area of a triangle connecting with in radius. Okay, area is equal to RS, or R is equal to area by S. You can apply that one. Now the second question. Here the sides of the triangle are 5 cm, 6 cm and 7 cm. Then you need to find out the length of the tangents drawn from the vertices to the incircle. That means if an incircle of this triangle is drawn, what will be the length of the tangents from the vertices to the incircle? Okay. Now the third one, you need to prove if the hypotenuse of a right triangle is denoted by h and its in radius r, its area can be found in this way, r into h plus r. That means here area of a right triangle is told in terms of its in radius and hypotenuse. Do these three works as homework. And so നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഈ 3 വർക്കുകൾ നിങ്ങൾ ഹോംവർക്കായി ചെയ്യുക. ഓക്കെ, താങ്ക്സ്.